സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരത്തെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളുടെ മേൽ കൃപ പ്രവർത്തിച്ചതിനോട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ നേരത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. അഭിഷേകത്തിന്റെ നിറവോടുകൂടി പകൽ നേരം ആരാധിക്കുവാൻ, മാറ്റമില്ലാത്ത വചനത്തിന് മുന്നാലെ നമ്മൾ വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെ നന്ദിയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അതിശയകരമായി കർത്താവ് നമ്മൾ ഓരോരുത്തരെയും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. സ്വതന്ത്ര ലോക സംഭവങ്ങളും സ്വതന്ത്ര ലോകത്തിലെ ഓരോ ചലനങ്ങളും കർത്താവിന്റെ നമ്മുടെ അരുമനാഥനാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി അതെല്ലാം വിരൽ ചൂണ്ടുമ്പോൾ ഇന്ന് പകൽ നേരം കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ഓരോരുത്തരും അടുത്ത് വരുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. സ്വതന്ത്രം. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽ നേരം സ്വതന്ത്രം നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ സ്തോത്രം ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവസഭയുടെ പദ്ധതി സ്വർഗത്തിലെ ദൈവം ആരംഭിക്കുന്നത് സ്തോത്രം അനാദി നിത്യതയിലാണ്. പിതാവിന്റെ തിരുഹൃദയത്തിലെ പദ്ധതി പ്രകാരം നമ്മളെ ഓരോരുത്തരെയും പിതാവ് തെരഞ്ഞെടുത്തു. പിതാവ് തെരഞ്ഞെടുത്തവരെ പുത്രന്റെ കയ്യിലേക്ക് സ്തോത്രം ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന സ്തോത്രം തന്റെ ശരീരയാഗത്തിന്റെ ഫലം മുഴുവൻ ലോകത്തിനും വെളിപ്പെടുവാൻ, സുവിശേഷം ലോകത്തിലെ എല്ലായിടത്തും ഒരുപോലെ വെളിപ്പെടുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമുക്ക് വേണ്ടി പകർന്നു നൽകുന്നു. സ്വതന്ത്ര പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത വിശുദ്ധന്മാരാണ് ദൈവത്തിന്റെ സഭയായി ഇന്ന് കർത്താവിനെ ആത്മാവിൻ സത്യത്തിലും ലോകത്തിലെ 7 വൻകരയിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ നേരം അവരോടൊത്ത് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്ത എല്ലാ നന്മദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ കൃപ നമ്മുടെ ഭവനത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇന്ന് പകൽ നേരം വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ എല്ലാം കർത്താവ് നല്ലവണ്ണം അറിയുന്നുണ്ട്. നമ്മുടെ വേദനകളിലും ഭാരങ്ങളിലും ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മോടുകൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് കർത്താവിന്റെ വലിയ പദ്ധതി എന്നുള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെന്ന് പകൽ നേരം ദൈവത്തെ സന്നിധിയിൽ കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് അല്പനേരം ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാമല്ലോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 23-ാം വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുകയും മതി. സ്തോത്രം. എഫേസ്യ ലേഖനം നമ്മളിവിടെ കാണുമ്പോൾ എഫെസോസിന്റെ ചരിത്രം, അവിടുത്തെ കടന്നു വന്ന വിശുദ്ധന്മാരുടെ സാമൂഹിക അന്തരീക്ഷമെല്ലാം അവരുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നമ്മൾ കാണുവാൻ സാധിച്ചു. എന്നാൽ സ്തോത്രം അതിന്റെ നടുവിൽ നിന്ന് എഫെസോസിന്റെ ചരിത്രത്തിൽ നിന്നും എഫെസോസിന്റെ പശ്ചാത്തലത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് അവിടുത്തെ സംസ്കാരത്തിന് അനുകൂലമായിട്ടല്ല, എന്നാൽ ദൈവകൃപയിൽ വളർന്നു വന്ന ദൈവജനം ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട സ്തോത്രം ദൈവസഭയിലേക്ക്, അല്ലെങ്കിൽ ഓരോ വിശുദ്ധനും പരിശുദ്ധാത്മാവിനും പണിയപ്പെടുകയാണ്. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ സഭയാണ്. ഓരോ മനുഷ്യാത്മാവും ദൈവത്തിന്റെ സഭയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും അങ്ങനെ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇന്ന് പകൽ നേരം നമ്മൾ ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ഇവിടെ നമ്മുടെ ഒരു പൂർവ്വകാലമുണ്ട്. നമ്മുടെ പഴയ ഒരു സൃഷ്ടിയുണ്ട്. പഴയ സൃഷ്ടി പഴയ മനുഷ്യനായിരുന്നു. ആ പഴയ മനുഷ്യനിൽ നമ്മളിൽ നിന്ന് സ്തോത്രം മാറി ആ പഴയ മനുഷ്യനെ ക്രിസ്തുയേശുവിന്റെ കൂടെ അടക്കപ്പെട്ടു, അവനോട് കൂടെ ക്രൂശിച്ചു. നാം ഇന്ന് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ച ഏതൊരു ദൈവവൈദ്യരും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിനുള്ളവരാണ്.
നാം ദൈവത്തിനുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് ഈ ലോകത്തിന് അനുരൂപമായ ഒരു വിധത്തിലുമല്ല നാം ജീവിക്കുന്നത്. ദൈവത്തിന് അനുരൂപമായിട്ടാണ് നാം ജീവിക്കുന്നത്, സ്വർഗത്തിന് അനുരൂപമായിട്ടാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ വലിയൊരു പദ്ധതിക്കായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഈ എഫെസോസിലെ ഈ സഭയോട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ നമ്മളിവിടെ കാണുവാനായിട്ട് ഇടയായി തീരും. അവിടെ വായിക്കുന്ന ആ പദത്തിന്റെ ആഴം നമ്മൾ ചിന്തിക്കണം. അവിടെ വായിക്കുന്നത് സ്തോത്രം കണ്ടോ. അപ്പോൾ ഇത് ആർക്കാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത്? അകമേ ആത്മാവിനെ പ്രാപിച്ചവരോടാണ് ഈ ലേഖനം എഴുതുന്നത്. അകമേ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവർക്കാണ് ഈ ലേഖനം, ഈ കത്ത് എഴുതി പൗലോസ് കൊടുക്കുന്നത്. ആർക്കാണ് ഇത് വായിച്ചാൽ മനസ്സിലാകുന്നത്? ആർക്കാണ് ഈ ലേഖനത്തിലെ അനുഗ്രഹങ്ങളും ഈ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവ പൈതലായിരിക്കുന്ന എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ മാത്രമാണ് ദൈവ പൈതലാകുന്നുള്ളൂ. കാരണം എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ അത് തിരിച്ചറിയണം. ദൈവത്തിന്റെ പദ്ധതി എത്ര ആഴമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവേ. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്ന സമയത്ത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. റോമർ 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നിവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകനേരം മക്കൾ എന്ന അവകാശം പ്രഖ്യാപിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയണം, നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. നീ പ്രഖ്യാപിക്കുന്നത് കൊണ്ടല്ല, ആത്മാവ് ഉള്ളവരാണ് പ്രഖ്യാപിക്കുന്നുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അവിടെ വായിക്കുന്നപ്പോ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നാം ദൈവമക്കളാകുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ ദൈവമക്കളാകുന്നില്ല. ഇതിന് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യസമേതം പറയാം, ദൈവത്തിന്റെ ആത്മാവെന്നെ നടത്തുന്നു. കാരണം നമ്മുടെ വഴികളൊന്നും നമ്മുടെ വഴികളല്ല. കാര്യം എന്റെ തീരുമാനമല്ല ഞാൻ ചെയ്യുവാൻ വരുന്നത്, എന്റെ ആഗ്രഹങ്ങളല്ല ഞാൻ ചെയ്യുവാൻ വരുന്നത്. എന്റെ ഹൃദയത്തിൽ ഒത്തിരി പ്ലാനുകളുണ്ട്, അതൊന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് നമ്മൾ ചെയ്യുവാൻ ഇടയായി തീരണം. അത് ചിലപ്പോൾ നമ്മുടെ വഴികൾക്ക് എതിരായിരിക്കും, നമ്മുടെ ചിന്തകൾക്ക് എതിരായിരിക്കും, നമ്മുടെ പ്ലാനുകൾക്ക് എതിരായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തുന്നതെങ്കിൽ നാം ദൈവമക്കളാണ്. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർ മാത്രമാ ദൈവമക്കളായി നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കാണ് ഈ ലേഖനങ്ങൾ ബാധകമാകുന്നുള്ളൂ. കാര്യം ഈ പ്രോഗ്രാം പുതിയ നിയമസഭ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായതാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ തന്റെ ജനത്തിന്റെ മേൽ പകർന്നപ്പോൾ ആത്മാവിനാൽ പണിയപ്പെടുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഇന്ന് ഈ ഭൂമിയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരിൽ പകർന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ സ്വർഗീയ പിതാവാണ് സഭയോട് ചേർക്കുന്നത്. അപ്പോൾ ഏതൊരു വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട് അവർ ആത്മാവിലും പ്രാണനിലും വിശുദ്ധിയായി ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അതാണ് സഭ എന്ന് പറയുന്നത്. അവർ ദൈവാത്മാവിന് പ്രിയപ്പെട്ടതും ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അത് ലോകർക്ക് മനസ്സിലാകത്തില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവരുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം എന്നുള്ള സുവിശേഷീകരണവും മഹാദൗത്യവും അവർ പൂർത്തീകരിച്ച് ദൈവത്തിന്റെ പ്രസാദകരമായിട്ട് ജീവിക്കും. കാരണം അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരിൽ നന്മ പ്രവർത്തിക്കുന്നു, അവരിൽ ഫലം പുറപ്പെടുവിക്കുന്നു, അവരിൽ ആത്മീക ചൈതന്യം പുറപ്പെടുവിക്കുന്നു, അവരിൽ ബലം പുറപ്പെടുവിക്കുന്നു. അതിനാൽ അവർ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ കാരണമാകും
ആകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. നാം നന്മ വസിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നീതി പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം ഈ അനുഭവമുള്ളവർ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ആ മഹോന്നതനാകുന്ന കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ദൈവാത്മാവിൽ നിറയപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പകൽ നേരം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നാം സ്റ്റെപ്പുകളെ വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും ഉണ്ടാകത്തില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ ലോകം നമുക്ക് ദുഃഖവും നിരാശയും തരും. പക്ഷേ ആ ദുഃഖങ്ങൾക്കും നിരാശകൾക്കും നമ്മളെ തളർത്തുവാൻ കഴിയത്തില്ല. കാരണം നമ്മളിലെ പരിശുദ്ധാത്മാവ് നമ്മെ സന്തോഷത്തോടെ ചൈതന്യത്തോടെ നടത്തുവാനായിട്ട് ഇടയായി തീരും. നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മളെ തളർത്തുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. അപ്പോൾ അത് അനുഭവിക്കുന്നവർക്കേ അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ വലിയ നവീനമായ സാന്നിധ്യം, അവന്റെ വലിയ കൃപ അവന്റെ പേര് പകർന്ന് നടത്തുമ്പോൾ ഒരിക്കലും അവർ ദുഃഖിക്കുവാനായിട്ട് ദൈവം ഇടയാക്കത്തില്ല. കാരണം നമ്മൾ വായിക്കുമ്പോൾ ഇതേ വായിച്ച റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അകത്തൊരു വാക്യമുണ്ട്. റോമാലേഖനം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അതിന്റെ 5-ാം അധ്യായം. ഓ സ്തോത്രം, സ്തോത്രം, അതിന്റെ സ്തോത്രം, 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 അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ നമ്മെ രക്ഷിക്കുന്ന കർത്താവ് നമ്മെ രക്ഷിക്കുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി പകരക്കാരനായി കർത്താവ് തീർന്നു. നമുക്ക് വേണ്ടി കഷ്ടങ്ങളെ അവൻ ഏറ്റു. സ്തോത്രം. അങ്ങനെ നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെയാണ് തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. നാം ബലഹീനരാണ്, മനസ്സിലാക്കണം. ഈ ശരീരത്തിൽ ഒരു ഗുണവും നിലനിൽക്കുന്നില്ല. ഈ ശരീരത്തിന് ഒരിക്കലും നന്മ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ഈ ശരീരത്തിന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല. മനസ്സിലാക്കണം. ഈ ശരീരം കൊണ്ട് ഈ ശരീരത്തിന് ഒരിക്കലും സ്നേഹം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും സാധിക്കത്തില്ല. സ്തോത്രം. എന്നാൽ സ്നേഹം എന്നുള്ളത് സ്തോത്രം നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന സ്നേഹമാകുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച് സ്തോത്രം ദുഷ്ടന്മാരും പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് അവൻ മരിക്കണം. അവൻ തകർക്കപ്പെടുന്നത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അവന്റെ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. അയച്ചവനാകുന്ന സ്വർഗീയ പിതാവ് എന്നെ നിങ്ങളെ സ്നേഹിച്ചു. കാര്യം നമ്മളിൽ നന്മ വസിക്കുന്നില്ല, ഏതരില്ല. ആദാമ്യ പാപ നിമിത്തം മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ അവനിൽ നിന്ന് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ അന്നു മുതൽ അവൻ പാപത്തിന് കീഴിൽ. ഈ ജഡം പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവ് അനുസരിച്ച് പ്രാണൻ അനുസരിച്ച് ജീവിച്ചു. അപ്പോൾ അങ്ങനെ ജീവിച്ചു മുന്നേറിയപ്പോൾ മനസ്സിലാക്കണം, പാപത്തിന് കീഴിലാണ് സഹോദരൻ ജീവിക്കുന്നത്. അങ്ങനെ ഇരുന്ന് നമുക്ക് വേണ്ടി ഇവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ. ആ ബലഹീനത എന്ന് പറയുന്നത് നന്മ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ് ബലഹീനത എന്ന് പറയുന്നത്. നീതി ഗ്രഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ബലഹീനത എന്ന് പറയുന്നത്. സത്യം മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ബലഹീനത എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ശരീരത്തിന്റെ ഏതൊരു അവയവങ്ങളുടെ ബലഹീനതയ്ക്ക് ബലഹീനത എന്ന് പറയുമെങ്കിലും ഈ വചനം പറയുന്ന ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല. നമ്മുടെ ഈ ശരീരത്തിൽ സ്വന്തം സ്നേഹിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിന് വിശ്വസ്തതയില്ല. അങ്ങനെ ഒരു അനുഭവമാണ് ഈ പാപ ശരീരത്തിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മെ ദൈവത്തിന്റെ കൃപയിൽ നമ്മളെ വളർത്തേണ്ടതിന്, നമ്മളെ ബലപ്പെടുത്തേണ്ടതിന്, ഈ അധമമായ അനുഭവത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം വരേണ്ടതിനാണ് ദൈവപുത്രനെ സ്വർഗീയ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷകൾക്കും വേണ്ടി അവൻ തകർക്കപ്പെടുകയും അവൻ പ്രായശ്ചിത്തമായി തീരുകയും ചെയ്തപ്പോഴാണ് നമുക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ മുഴു ലോകത്തിന്റെയും പാപത്തെ സ്വർഗീയ പിതാവ് പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ എന്റെയും നിങ്ങളുടെ അകൃത്യം കാൽവറിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചുമരിലേറ്റി അവനെ തകർത്തപ്പോൾ എന്റെയും
നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വന്നു. അങ്ങനെ ആ പരിഹാരം വന്നത് നിമിത്തമാണെന്ന് ഓർക്കണം നമുക്ക് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് സ്വന്തം പ്രവേശനം ലഭിക്കുവാനും ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാനും ഇടയായി തീർന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നിത്യമായി അകന്നു കിടക്കുമ്പോൾ, ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയാതെ വണ്ണം മനസാക്ഷി നിർജീവമായി കിടക്കുന്ന സമയത്ത് സ്വന്തം അവന്റെ മനസാക്ഷിയും ആത്മാവിനെയും വീണ്ടും ജനിപ്പിക്കേണ്ടതിന് വേണ്ടി അവരുടെ അകൃത്യം വഹിച്ച് ഒരുവൻ മരിക്കുന്നെങ്കിൽ ആ ഒരു നാമമേ ഉള്ളൂ. അവന്റെ നാമം യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി തകർക്കപ്പെട്ടതിന്റെ ഉദ്ദേശം നമ്മെ ആത്മാവിൽ വീണ്ടും ജനിപ്പിക്കുക, വീണുപോയ കൂടാരത്തെ വീണ്ടും ഉയർത്തുക എന്നുള്ള വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ഇതാണ്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ എനിക്ക് വേണ്ടി സകലതും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ തകർക്കപ്പെട്ടു. അവൻ എനിക്ക് വേണ്ടി സഹിച്ചു, പാപങ്ങളെ സഹിച്ചു, അവൻ എനിക്ക് വേണ്ടി ശിക്ഷകളെ സഹിച്ചു. അപ്പോൾ ആ സഹിച്ചവനെ ധ്യാനിക്കുകയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് ചെയ്യുന്നത്. ഇപ്പൊ അഭിഷേക പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി തരും. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇത് നാം പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവസഭയ്ക്ക് മാത്രമേ ആത്മാവിൽ ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആത്മാവിന്റെ ശുശ്രൂഷയാൽ സ്വന്തം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഉപദേശിച്ചു തരുന്ന വചനങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുമ്പോൾ ആ ശുശ്രൂഷയുടെ നിവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭൂമിയിൽ ദൈവസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ദൈവസഭ ഒരു കെട്ടിടത്തിൽ ഒതുങ്ങുന്നതല്ല, ദൈവസഭ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ആത്മാവ് നടത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ ആകുവാനായിട്ട് കർത്താവ് ഇടയാക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 അതിന്റെ സ്തോത്രം സ്തോത്രം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അല്ല, സോറി അതിന്റെ അല്ല, സ്തോത്രം അതിന്റെ 10ഉം 11ഉം വാക്യം. 5-ന്റെ 10ഉം 11ഉം വായിച്ചോ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷ? എന്താണ്? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ കൃപയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുത്തരും നല്ലവൻ ഒരുവനുമില്ല. ദൈവരാജ്യം, സ്വർഗരാജ്യം സകല മനുഷ്യരെ വിളിക്കുന്നത് ശത്രുക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് വസിക്കാത്ത ഏത് ജഡത്തെയും ശത്രുതയുടെ തലത്തിലാണ് സ്വർഗം കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെടാതെ പുറമേ സോപ്പ് തേച്ച് നടന്നിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെടാതെയും വീണ്ടെടുക്കപ്പെടാതെയും ഇന്ന് പാപ സ്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് പുറമേ നീ നന്നാകാൻ നോക്കിയാൽ നടക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ശത്രുക്കൾ ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് എനിക്കിത് അറിയുവാൻ കാരണമായി തീർന്നത് എന്റെ പഴയ സൃഷ്ടിയിൽ പാപ സ്വഭാവത്തിൽ നടന്ന കാലഘട്ടത്തിൽ ദൈവാത്മാവിന് കീഴ്പ്പെടാതെ ലോകമോഹത്തിന് വിധേയപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ശത്രുവായിരുന്നു. വിൻസെന്റ് ആകുന്ന ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന് മുമ്പാകെ ഞാൻ ശത്രുവായിരുന്നു. അവന്റെ പദ്ധതികൾക്കും കൽപ്പനകൾക്കും വിധേയപ്പെടുന്ന വ്യക്തിയല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കൽ ക്രൂശിന് ശത്രുക്കളായിരുന്നു. ആമേൻ. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും ആരാധനയ്ക്കകത്തും ഇത് കടന്നു വരണം. എന്താ? ഞാൻ ഒരിക്കൽ ശത്രുവായിരുന്നു, ഈ മാർഗത്തിന് ശത്രുവായിരുന്നു, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ശത്രുവായിരുന്നു, ദൈവാലോചനയ്ക്ക് ഞാൻ ശത്രുവായിരുന്നു. അപ്പോൾ എന്നെ ഇന്ന് മക്കൾ എന്ന പദവി നൽകുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുവാൻ കാരണമായി തീർന്നു. അതിന് ക്രിസ്തു എന്താണ് ചെയ്തത്? തൃത്വത്തിൽ രണ്ടാമനാകുന്ന കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ആളാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ, അതിന്റെ 2ാമത്തെ വാക്യം വായിച്ചാട്ടെ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ 10 വായിച്ചോ.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. വായിച്ചോ. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ എന്താണ് നമ്മുടെ പ്രശംസ? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ പ്രശംസ. അവന്റെ പ്രസംഗം എന്താണ്? രക്ഷിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്താണ്? രക്ഷിക്കപ്പെട്ടവന്റെ ആരാധന എന്താണ്? ഇതാണ് അതിന്റെ കാതലായ സത്യം. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. അപ്പൊ നമ്മൾക്ക് നിരപ്പ്, ശത്രുക്കളെ അവന്റെ ശത്രുത്വത്തിൽ നിന്ന് അവനെ നിരപ്പ് പ്രാപിക്കണം. എങ്ങനെ സാധിക്കും ഇത്? സ്വർഗം അവന്റെ വ്യവസ്ഥകളിൽ നിന്ന് മാറില്ല, പിതാവ് അവന്റെ വ്യവസ്ഥകളിൽ നിന്ന് മാറില്ല. നാം പാപപ്രകൃതിയിലായി ഇരിക്കുന്നത്, ജനിച്ചതും ജീവിക്കുന്നതും. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നും മറ്റൊരു പ്രകൃതിയിലേക്ക് പോകാൻ കഴിയത്തില്ല. അങ്ങനെ രണ്ട് തട്ടും ഒരേ പ്രകൃതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നീതിമാനും വിശുദ്ധനും നിത്യനും മാറ്റമില്ലാത്തവനുമായി വസിക്കുമ്പോൾ, ഭൂമിയിലെ മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് അവൻ മാറ്റമില്ലാത്ത ദൈവത്തെ അന്വേഷിക്കുന്നതിനായിട്ട് ജീവിക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ രണ്ട് മണ്ഡലത്തെയും ദൈവത്തിന്റെ നീതിയെയും മനുഷ്യന്റെ വീണ്ടെടുപ്പിനെയും ഒന്നിക്കേണ്ടതിന്, ഇതിന് രണ്ടും മധ്യസ്ഥത വഹിക്കേണ്ടതിന് ഒരു മരണം ഉണ്ടായെങ്കിലേ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ അകൃത്യം വഹിക്കുവാൻ ഒരുവൻ വരികയും വേണം. നമ്മുടെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, ശത്രുത്വം ഉളവാക്കുന്ന ജഡ സ്വഭാവവും പാപ സ്വഭാവത്തിൽ നമ്മളെ വിടുവിക്കണം. അങ്ങനെ നമ്മെ വിടുവിക്കേണ്ടവൻ നമുക്ക് വേണ്ടി ഈ ശിക്ഷകൾ ഏറ്റെടുക്കണം. അങ്ങനെ നമുക്ക് വേണ്ടി അവൻ ശിക്ഷകൾ ഏറ്റെടുക്കുകയും അതിനുശേഷം നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കേണ്ടതിന് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുകയും വേണം. ഇതിനെല്ലാം കാരണമായി തീർന്നപ്പോൾ സ്വർഗീയ കോടതി തീരുമാനിച്ചു, നമുക്ക് വേണ്ടി ആർ പോകുമെന്ന് ദൈവ സന്നിധിയിൽ സംസാരിക്കാൻ ഇടയായി തീർന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം ഏകനും പരിശുദ്ധനുമാകുന്നവൻ ചോദിച്ചപ്പോൾ ദൈവപുത്രനെ അനാദി നിത്യതയിൽ സർവസൃഷ്ടിക്കും ആരംഭവും സകലത്തിന് കാതലും ആരംഭവും സകലത്തിന് സാക്ഷി നിന്നവനുമാകുന്ന യേശു ക്രിസ്തുവിനെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുവെന്നപ്പോൾ പിതാവ് സാധിച്ചു. അങ്ങനെ പിതാവായ പുത്രനെ ജഡത്തിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പാപത്തിന് പരിഹാരം വന്നത്. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന് പരിഹാരം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിന് കാരണമായി തീരുന്നത് യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെ പ്രധാന കാരണം, എനിക്ക് വേണ്ടി ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ ഇമ്പമൊഴികൾ ഓരോന്നും എന്റെ നിത്യജീവന് കാരണമായി തീരുകയാണ്. അവൻ മരണം ആസ്വദിച്ചപ്പോൾ പിതാവിനോട് എന്നെ നിരപ്പിക്കുകയാണ് ചെയ്തത്. അവൻ കഷ്ടം അനുഭവിച്ചപ്പോൾ എന്റെ പാപ മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള സകല ശിക്ഷകളും യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ അവൻ അത് സഹിച്ചപ്പോൾ പിതാവിനോട് എന്നെ നിരപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വർഗം എന്നേക്കും അടഞ്ഞു കിടന്ന സകല പാപ മനുഷ്യരുടെ മുമ്പാകെ സ്വർഗത്തിന്റെ കവാടം വീണ്ടും തുറക്കുവാൻ തക്കവണ്ണം സ്വർഗം പ്രസാദിച്ചു. അത് പ്രിയപുത്രന്റെ ശരീരയാഗത്താൽ മാത്രമാണ്. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം അവിടെ വായിക്കുന്നത്, അത്രയുമല്ല നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഒരു പാപ മനുഷ്യനും ദൈവത്തിൽ പ്രശംസിക്കുവാൻ കഴിയത്തില്ല. കാരണം ഒരു പാപിക്കും ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുകയില്ല. അതിനാണ് സുവിശേഷത്തിന്റെ പദ്ധതി സ്വർഗീയ പിതാവ് വെച്ചിരിക്കുന്നത്. സ്വപുത്രനിൽ വിശ്വസിക്കുന്നവരുടെ അകൃത്യങ്ങളെ മോചിക്കുകയും അവരുടെ ആത്മകണ്ണുകൾ പ്രകാശിപ്പിക്കുകയും അവർ പുത്രന്റെ നാമത്തിൽ അവർ പുത്രന്റെ ശരീരയാഗത്തിൽ ക്രൂശ് മരണത്തിൽ പങ്കാളിയാകേണ്ടത് സ്നാനമേൽക്കുമ്പോൾ അവന്റെ പാപത്തെ അടക്കം ചെയ്യുകയാണ്. അങ്ങനെ അടക്കം ചെയ്യപ്പെട്ടവന്റെ മേൽ, ആ മനുഷ്യന്റെ മേൽ സ്വർഗം അവനെ സാക്ഷീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത ഒരു വ്യക്തി വെളിപ്പെടുത്തുന്നത് സ്വർഗരാജ്യത്തെയാണ്, ദൈവരാജ്യത്തെയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് മാത്രമാ പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് വായിക്കുന്നതിനോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മെ കർത്താവിന്റെ കൃപയിലേക്ക് നമ്മളെ നിരപ്പിച്ചു.
കർത്താവിന്റെ കൃപയിലേക്ക് നമ്മളെ നിരപ്പിക്കുവാൻ ഇടയായി തീർന്നു. നാം നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ വചനം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ സ്തോത്രം, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് നിരപ്പിച്ചാൽ പിന്നെ നമ്മൾ എത്ര അധികമായി നമ്മൾ തേജസ്സിൽ, സ്തോത്രം, വാഴുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. എഫേസ്യ ലേഖനം, ഹല്ലേലൂയ, 4-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, 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 അതിന്റെ സ്തോത്രം 23-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുകയും. കണ്ടോ, അപ്പോൾ നമ്മൾ സഹോദരങ്ങളാണ്, ദൈവമക്കൾ, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അവകാശികളാണ്, കർത്താവിന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളാണ് ഓരോ ഭക്തന്മാരും, ഓരോ വിശുദ്ധന്മാരും. അപ്പോൾ അവർ തമ്മിൽ ഭോഷ്ക് പറയരുത്, ഒരിക്കലും ഭോഷ്ക് പ്രവർത്തിക്കരുത്. അപ്പോൾ വിശുദ്ധന്മാരുടെ ഇടയിൽ ഒരുവൻ ഭോഷ്ക് പ്രവർത്തിക്കരുത്. ഇത് ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന അങ്ങനെ നൽകുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? ഒന്നും കൂടെ വായിച്ചേ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. അപ്പോൾ പഴയ മനുഷ്യനുണ്ട്, വഷളായി പോകുന്ന പഴയ മനുഷ്യൻ അവിടെയുണ്ട്. പഴയ മനുഷ്യന്റെ പ്രത്യേകത എന്താ? പഴയ മനുഷ്യൻ എന്ത് വ്യാജത്തിനും എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന മനുഷ്യനാണ് പഴയ മനുഷ്യൻ. അവനെ കുറിച്ച് പറയുന്നു, നമ്മൾ റോമാലേഖനം വായിച്ചപ്പോൾ ശത്രുക്കൾ എന്നാണ് അവരെ പറഞ്ഞെങ്കിൽ. പഴയ മനുഷ്യന്റെ പ്രത്യേകത എങ്ങനെയാണ്? അവരൊരിക്കലും ദൈവത്തിന്റെ ഉപദേശത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. ആമേൻ. നാം വീണ്ടും ജനിച്ചത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സത്യങ്ങൾ അറിയാൻ സാധിച്ചത്. ആമേൻ. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി, ആത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് മനസ്സിലായി നാം ദൈവത്തിന്റെ മക്കളാണ്. സ്വർഗീയ പിതാവ് തന്റെ മക്കൾക്കാണ് ശ്രേഷ്ഠമായ ദാനങ്ങളെ കൊടുക്കുന്നത്. അങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഇത്ര വിലയേറിയ സമ്പത്ത് നമ്മളെ അർഹരാക്കി തീർക്കുവാൻ കാരണമായി തീർന്നത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ മാത്രമാണ്. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ടാണ് നാം അവന്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ ഇടയായി തീരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്നു, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് നാം പുതു മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുവാൻ ദൈവം നമ്മളിൽ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതു മനുഷ്യനെ നാം ധരിച്ചു ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ ദൈവത്തിന് വചനം പറയുന്നത് സ്വർഗത്തിൽ നമുക്കൊരു പുതിയ ശരീരം ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഭാഗ്യം നമ്മൾ തിരിച്ചറിയണം. ആമേൻ. അപ്പോൾ ആ ഭാഗ്യം നമുക്ക് തുടർന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായ. അപ്പോൾ മനസ്സിലായി, നീതിയും വിശുദ്ധിയുമാണ് ദൈവരൂപത്തിന്റെ കാതലായ സത്യങ്ങൾ. ആമേൻ. ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിശുദ്ധി. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുവാൻ ഒരു വിശുദ്ധൻ ദൈവത്തിന്റെ നീതിയിൽ ശരണപ്പെടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധിയിൽ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരാകാൻ റെഡിയാകും. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധനാകുവാൻ നമ്മൾ റെഡിയാകും. അപ്പോൾ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് എന്തിനാണ്? സ്തോത്രം, ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ഇരിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അവൻ ആദ്യഫലമായി പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. ഇനി നാം അവനോടുകൂടെ പ്രവേശിക്കേണ്ടവരാണ്. ശേഷിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ വരവികളിൽ രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധി വേണം. നമ്മുടെ രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കണം. ആമേൻ. നാം ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കണം. നാം ദൈവവചനത്തിന് അതിരിടരുത്. ഇന്ന് പകൽ നേരം ഞാൻ പറയുമ്പോഴും ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ ഒരുപോലെ ബാധ്യതയേറിയിരിക്കുന്ന വ്യക്തിയാണ്. എനിക്കിത് ഒഴിവില്ല. മനസ്സിലാക്കണം, ഞാനും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തി തന്നെയാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്, മാറ്റമില്ല. അപ്പോൾ മനസ്സിലാക്കണം, ആ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് വായിക്കുന്നത്, ഒന്ന് തുടർന്ന് വായിച്ച ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. വായിച്ചോ. കണ്ട, കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചലഞ്ച് ഇതാണ്. രക്ഷിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് സത്യം സംസാരിക്കണം.
ആമേൻ. നാം സത്യം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ദൈവം കർത്താവ് നമ്മളോട് കൂടെ വന്ന് വസിക്കുവാൻ ഇടയായിത്തീരും. പാപത്തിന് ഇടം കൊടുക്കാത്ത ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് വിശുദ്ധിയോടെ സ്റ്റെപ്പുകളെ വെക്കുവാൻ. ആമേൻ. സ്വർഗം പ്രസാദിക്കുന്ന ചുവടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ ഇടയാകണം. അത് കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അതിന് സഹോദരങ്ങളോട് സത്യം സംസാരിച്ചാൽ മതി, മനസാക്ഷി സംസാരിച്ചാൽ മതി, വ്യാജം പ്രവർത്തിക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി തീരും. കണ്ടോ, അവിടെ പറയുന്നു നാം തമ്മിൽ അവയവങ്ങളല്ലോ. അടുത്ത വായിച്ചേ. കണ്ടോ, അവിടെ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. കണ്ടോ, പാപം ചെയ്ത് ഒരു കോപം ആദ്യം സംസാരിക്കുന്നു, പിന്നീട് പല ക്രിയകളിലേക്ക് അത് തിരിയുമെന്ന് നമുക്കറിയാം. പക്ഷെ മനസ്സിലാക്കണം, കോപം ഉണ്ടാകരുത് തന്നെ കേവലം സ്വന്തം പരാജയമാകുന്നു. അല്ലേ? കോപം പോലും ഉണ്ടാകരുത്. കോപിക്കരുത്. നിന്റെ സഹോദര വർഗത്തിന് നേരെ നീ കോപിക്കരുത്. സഹോദര വർഗത്തിന് നേരെ നീ ആക്ഷേപം പറയരുത്. ഇന്ന് പകൽ നേരം നമ്മൾ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയാകണം. നമ്മൾ ചില തീരുമാനങ്ങൾ ഹൃദയത്തിൽ എടുക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ നീ കർത്താവ് ഈ വചനപ്രകാരം എന്നെ ഒന്ന് പണിയണം. നീ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ കർത്താവ് എന്നെ പണിയുമാറാകണമേ. എന്നിൽ പരിശുദ്ധാത്മാവ് നീ വസിക്കുന്നു. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോകാൻ ഇടയായി തീരണം. സഹോദര വർഗത്തിന് നേരെ നമ്മൾ ദുഷിക്കരുത്. സഹോദര വർഗത്തിൽ നമ്മൾ പഠിക്കരുത്. നമ്മൾ സഹോദര വർഗത്തെ സ്നേഹിക്കുവാൻ ഇടയായി തീരണം. ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. അമേൻ. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. അപ്പോൾ ഒരു ദിവസം പോലും, അല്പനേരം പോലും ഏതെങ്കിലും നമ്മുടെ സഹോദര വർഗങ്ങളോട് കയ്പായിട്ടോ പകയായിട്ടോ ഇരിക്കരുത്. ഒരു ദിവസം പോലും സഹോദര വർഗത്തെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന നേരെയും ഒന്നും പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത ഒരു ദിവസം അവസാനിപ്പിക്കരുത്. കാരണം നമ്മൾ അവിടെ വചനം പറയുന്നത് എന്താണ്? അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്, പിശാചിനിടം കൊടുക്കരുത്. കണ്ടോ, പിശാചിനിടം കൊടുക്കരുത്. നാം ദൈവമക്കളാണെങ്കിൽ, നമ്മുടെ ചുവടുകൾ നിർമ്മലമാണെങ്കിൽ, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി പണിയപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഭയപ്പെടണ്ട, നമുക്ക് ക്ലേശിക്കണ്ട. നമ്മുടെ ചുവടുകൾ സത്യമുള്ളതാണെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ജീവിക്കുകയും അവരിൽ അഭിഷേകം നഷ്ടമാകാതെ വണ്ണം ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സഹോദരനോട് ദുഷിക്കുകയില്ല, പഴിക്കുകയില്ല. എന്തെങ്കിലും കുറവുകൾ വന്നാൽ ക്ഷണത്തിൽ അത് ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ആത്മാവ് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കുറവ് ഒരുവനും സംഭവിച്ചാൽ അവൻ തന്റെ കുറവ് മറ്റ് സഹോദരനോട് ഏറ്റുപറയുമ്പോൾ അവനിന് പരിശുദ്ധാത്മാവുണ്ടല്ലോ. അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ സഹോദരനോട് ക്ഷമിക്കും. അങ്ങനെ ഈ സഹോദരന്മാർ തമ്മിൽ പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ ഇടയിൽ ശത്രു വിതച്ച എന്തെങ്കിലും കളയുണ്ടെങ്കിൽ ആ നേരത്ത് അത് പറഞ്ഞു പോകുവാൻ ഇടയായി തീരും. അങ്ങനെ വിശുദ്ധമായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മറ്റൊരുവൻ ഇടർച്ച വെക്കുന്നത് ദൈവികമല്ല കേട്ടോ. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നെങ്കിൽ മറ്റൊരുവന്റെ കഷ്ടതയ്ക്കും മറ്റൊരുവന്റെ കണ്ണുനീരിനും മറ്റൊരുവന്റെ വീഴ്ചയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവികമല്ലേ അല്ല. മനസ്സിലാക്കാൻ സഹോദരനോട് ദുഷിക്കരുത്, പഴിക്കരുത്. ആമേൻ. സ്തോത്രം. നമ്മൾ സ്തോത്രം ഹാലല കർത്താവിന്റെ സ്തോത്രം ഹാലലുയ ഗിരിപ്രഭാഷണങ്ങൾ പഠിക്കുമ്പോൾ നീ സഹോദരനെ നിസ്സാരനെന്ന് എണ്ണരുത്. അങ്ങനെ എണ്ണുകയും പറയുകയും ചെയ്താൽ സ്തോത്രം ഹാലലുയ സ്തോത്രം നീ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. നിസാര എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. ആമേൻ. ഹാലലുയ. അത്ര വലിയൊരു ഒരു പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ആരോടെങ്കിലും അമർഷമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കാരണം എന്റെ നിത്യത നഷ്ടമാകരുത്. കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് മുന്നേറുവാനായിട്ട് ഇടയായി തരണം. തുറന്നു വായിച്ചാട്ടെ. പിശാചിനിടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈ എഫെസോസ് സഭയില് മോഷണം നടക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ വിഷയം അതായിരുന്നു. ആമേൻ. അവിടെ മോഷണം നടക്കുകയാണ്. അപ്പോ ഒരു സഹോദരന്റെ നന്മയോ അനുഗ്രഹമോ മറ്റൊരുവൻ അടിച്ചോണ്ട് പോയി, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അങ്ങനത്തെ സ്വഭാവമുള്ളവർ അവരോട് പൗലോസ് പറയുക, നിങ്ങൾ അധ്വാനിച്ച് ഭക്ഷിക്കണം, മറ്റൊരുവനെ അപകരിക്കാൻ പോകരുത്.
ഹല്ലേലൂയ. അപ്പോൾ സഭയ്ക്കകത്ത് വന്നിട്ടും സഹോദരന്മാരുടെ ഇടയിൽ മോഷണമുണ്ടെങ്കിൽ അത് വളരെ വലിയ കുറവ് തന്നെയാണ്. ആമേൻ. ആ ഭാഗം ഒന്നും കൂടെ വായിക്കുമ്പോൾ എന്താണ്? കണ്ടോ, കള്ളൻ ഇനി കക്കാതെ. അപ്പോൾ മനസ്സിലാക്കാൻ തൊട്ട് മുകളിൽ വായിച്ചത് സ്തോത്രം, അവിടെ വായിച്ചല്ലോ സഹോദരനോട് സത്യമേ പറയാവുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പോഷ്ക്ക് സംസാരിച്ചിട്ടുണ്ട് എഫെസോസ് സഭയിൽ. അവിടെ സഭയ്ക്കകത്ത് പ്രതിസന്ധി അങ്ങനെയാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. അതിന്റെ നടുവിൽ ഏതൊക്കെയോ വിഷയത്തിൽ വലിയ കലക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കാര്യസാധ്യക്ക് വേണ്ടി ഏതൊക്കെയോ സഹോദരന്മാർ നുണ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്താ കാരണം? താഴെ മോഷണം നടന്നതിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. അപ്പൊ ആരുടെയൊക്കെയോ നന്മ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വഭാവങ്ങളൊന്നും ദൈവികമല്ല. നമ്മൾ സഹോദരന്മാരുടെ നന്മയാകട്ടെ അനുഗ്രഹങ്ങളാകട്ടെ അതിനെ നമ്മൾ തകർക്കുന്നവരാകരുത്. ആമേൻ. മനസ്സിലാക്കണം. സഹോദരനെ നിന്റെ സഹോദരന്റെ ഉയർച്ചയിൽ ഹല്ലേലൂയ അവൻ താഴ്മയിലിരിക്കണം കേട്ടോ. ഉയർച്ച ലഭിച്ചവൻ താഴ്മയിലിരിക്കണം. ആമേൻ. താഴ്മയിലിരിക്കണം. മറ്റൊരുവനെ നേരെ അനാവശ്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യരുത്. ആമേൻ. സഹോദരൻ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്നാ? ഇവിടെ വലിയവനാകാനാണോ? അല്ല, ദൈവരാജ്യത്തിൽ പോകണം. മനസ്സിലാക്കണം. എന്നാൽ ചിലർക്ക് ഈ ദർശനം ഇല്ല. ചിലർ ഇവിടെ എങ്ങനെയാലും കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നാം കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലണം. ഇവിടത്തെ അല്പകാലത്തെ ജീവിതമൊക്കെ വേഗം തീരും. ആമേൻ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വേഗം തീർന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിട്ട് കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലുവാനാണ് കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ സഹോദരന്മാരുടെ ഇടയിൽ കുറവുകൾ ഉണ്ടാകരുത്. നമ്മൾ സഭയ്ക്കകത്താകട്ടെ വിശുദ്ധന്മാർ തമ്മിലാകട്ടെ എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റുപറയുന്നതിന് ഒരു മടി കാണിക്കരുത്. കാര്യം മനസ്സിലാക്കണം. അവിടെ ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കത്തില്ല. കാര്യം പരിശുദ്ധാത്മാവിന്റെ നിറവിലിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം കാണിക്കരുത്. വായിച്ചേ. തുറന്നു വായിച്ചേ. കള്ളനിന് കക്കാതെ കണ്ടോ. അപ്പോൾ ഈ മനസ്സിലാക്കണം, ഒരുവൻ മോഷ്ടിക്കുക മാത്രമല്ല അവനെ കൊണ്ട് ഉദാരമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനാകുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, സഭയ്ക്കകത്ത് വരുന്ന രൂപാന്തരം എത്ര അധികമാണ്. മാനസാന്തരത്തിന്റെ ആ അസത്വം ആഴം എത്ര അധികമാണ്. ഒരു മനുഷ്യന് വരുന്ന രൂപാന്തരം ശ്രദ്ധിക്കണം. ഒരു കള്ളൻ ആർക്കെങ്കിലും ഉപകാരം ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഒരു കള്ളൻ മറ്റൊരുവനെ സഹായിച്ചത് കേട്ടിട്ടുണ്ടോ? എന്നാൽ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളവൻ ഉണ്ടെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ നടക്കുക മാത്രമല്ല മറ്റൊരുവന് കൊടുക്കത്തക്ക നിലവാരത്തിൽ നീ അധ്വാനിക്കണമെന്നാ പറഞ്ഞത്. അപ്പോൾ ഈ മോഷണ സ്വഭാവം ഉള്ളവന് അതിന് രക്ഷപ്പെടാൻ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ഒറ്റ വഴിയുള്ളൂ: കഠിനാധ്വാനം. കഠിനാധ്വാനി അല്ലാത്തത് കൊണ്ടാണ് നീ കള്ളനായി തീർന്നത്. കഠിനാധ്വാനി ഒരിക്കലും മോഷണത്തിന് പോകത്തില്ല, അല്ലേ? അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നീ കഠിനാധ്വാനിയാകണം. അല്ലാതെ മോഷണത്തിന്റെ വഴിയിൽ പോകരുത്. മറ്റൊരുവന്റെ അപകരിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകരുത്. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇതിലെല്ലാം ദുഃഖിക്കുന്നുണ്ട്. ആമേൻ. നമ്മളിൽ മടങ്ങി വരവ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് മുന്നേറരുത്. സ്തോത്രം. മനസ്സിലാക്കണം, ഈ ഒരു പാപം നിമിത്തം അവിടെ നടന്ന കലക്കങ്ങൾ പലതായിരിക്കാം, അല്ലെ? പക്ഷേ അതിൽ അങ്ങനെ ആ വിധത്തിൽ ജീവിച്ച് മുന്നേറരുത്. അതിൽ വലിയൊരു മാറ്റം വരുവാൻ ഇടയായി തീരണം. തുടർന്ന് വായിച്ച വാക്യം. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ ആ വിഷയം സംഭവിച്ചപ്പോൾ അവിടെ കലക്കങ്ങൾ ഉണ്ടായേക്കാം, തർക്കങ്ങൾ ഉണ്ടായേക്കാം. ദൈവകൃപയിലിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിലിരിക്കുന്ന മറ്റു സഹോദരന്മാരുടെ ആത്മീക ജീവിതത്തിന് ഭാരമുണ്ടാകുന്ന സംസാരങ്ങളും ചർച്ചകളും അവിടെ ഉണ്ടാകാം. അത് ഉണ്ടാകരുതെന്നാണ് ഇവിടെ പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധവിനുമായി നല്ല വാക്കല്ലാതെ ആമേൻ. അപ്പോ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് പോസ്റ്റ് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കാൻ പറഞ്ഞതിന് കാരണം ശ്രദ്ധിക്കണം. സഭയ്ക്കകത്ത് എന്ത് സംഭവിച്ചു? മോഷണങ്ങൾ സംഭവിച്ചു, സഹോദരന്റെ അപഹാരം നടന്നു, അതിന് നുണ പറഞ്ഞു,
അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. നിങ്ങൾ സഹോദരന് സത്യം പറയണം, അല്ലെങ്കിൽ സത്യം പറയണം. അപ്പൊ സത്യം പറയേണ്ടി വരുന്ന ആവശ്യകത ശ്രദ്ധിച്ചോ. ആമേൻ. ദൈവസഭയ്ക്കകത്ത് വന്ന് ഭോഷ്ക് പറഞ്ഞ് സ്വന്തം മോഷണം നടത്തിയിട്ട് ഭോഷ്ക് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉപേക്ഷിച്ച് നാം പുതിയ സൃഷ്ടിയാണെങ്കിൽ ആ നിലവാരത്തിൽ നാം വളർച്ച പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. വായിച്ചേ, തുറന്ന് വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് ഏതൊക്കെ കാര്യത്തിലാണ് ശ്രദ്ധിക്കണം. നമ്മൾ ഏക ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മെ പണിതിരുന്നത് പരിശുദ്ധാത്മാവിനാണ്. നമ്മൾ പുതു മനുഷ്യനെ ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞു. അപ്പൊ പഴയ മനുഷ്യനാണ് ഈ എന്ത് ചെയ്യുന്നത്? മോഷണത്തിന്റെ പിന്നാലെ പോകുന്നത്, നുണ പറയുന്നതൊക്കെ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. ഒളിച്ചു വെക്കുക, കള്ളത്തരം കാണിക്കുക, ഇതൊക്കെ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ആ വഴികളിൽ പോകരുത്. ആമേൻ. ഒരിക്കലും അങ്ങനെയുള്ള വഴികളിലേക്ക് ചെല്ലരുത്. ദൈവം ആഗ്രഹിക്കുന്നില്ല അത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നീ സ്വന്തം ദൂഷ്യമായ വഴികളിൽ ചെല്ലാതെ വണ്ണം ദൈവാത്മാവ് നിന്നെ സൂക്ഷിച്ച് നടത്തുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. കണ്ട, ഒരു കള്ളന് വരുന്ന രൂപാന്തരം. പൗലോസിന്റെ ദർശനം ശ്രദ്ധിക്കണം. ഒരു കള്ളനാണെങ്കിൽ കള്ള, നീ ഇന്നു മുതൽ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യണം. രാത്രി ഇറങ്ങി, അല്ലെ? കേരളത്തിൽ കുറുവാ സംഘമൊക്കെ ഉണ്ട് ഇപ്പം, അല്ലെ? ഇതുപോലെ രാത്രിക്ക് ഇറങ്ങുന്ന കുറുവാ സംഘങ്ങൾ ആകരുതെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. മനസ്സിലാക്കണം. ഹാലല്. എന്തുകൊണ്ടാ കുറുവാ സംഘം? അവൻ മടിയന്മാരായതുകൊണ്ടാണ്. കള്ളന്മാരെ സൃഷ്ടിക്കുന്നതിന് കാരണം അവർ കുഴിമടിയന്മാരായിരിക്കുന്നതാണ്. അങ്ങനെ ഒരു പച്ചവാക്യമുണ്ടല്ലോ, അല്ലെ? എന്താണ് കാര്യം? കഠിനാധ്വാനം ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നവനാണ് മോഷണത്തിന് ഇറങ്ങുന്നത്. അവൻ പെരിയ കള്ളനായിരിക്കും, അല്ലെ? ആമേൻ. അവനൊരിക്കലും കഠിനാധ്വാനത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു അധ്വാന ഫലം കഴിക്കുന്നതിലല്ല അവന്റെ തൃപ്തി. മറ്റൊരുവൻ അധ്വാനിച്ചു വെച്ചത് അപഹരിച്ചു കൊണ്ടുവന്ന് രഹസ്യത്തിൽ അതിനെ ഉപയോഗിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതിൽ കണ്ടെത്തുന്ന സന്തോഷമാണ് ഒരു കള്ളന്റെ ഹൃദയത്തിലുള്ളത്. അവൻ ഒരിക്കലും നന്നാകത്തില്ല. കാരണം യൂദ കർത്താവിന്റെ കൂടെ നടന്നവനാണ്. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. അവസാനം അവന്റെ കയ്യിൽ ഇരുന്ന നന്മ കൊണ്ട് അവൻ തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലേക്ക് എത്തി. മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്ന വഴികളിലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ വിട്ടു പോകുന്നവനെല്ലാം സ്വന്തം കുലക്കയർ കൊണ്ട് തീരേണ്ടതായിട്ട് വരും കേട്ടോ. അത് നടക്കരുത്. അവസാനത്തെ സ്റ്റേജാണത്. ആമേൻ. അവിടെ എത്തരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ, നമ്മൾ സഹോദരൻ മുമ്പിൽ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾക്കൊരു പരാജയം വന്നാൽ നമ്മളത് ഏറ്റു പറയാൻ മടി കാണിക്കരുത്. കാണുന്ന ഒരു സ്വർഗമുണ്ട്. മനുഷ്യരെ കളിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ദൈവസന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. കർത്താവ് എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് സഹോദരന്മാരോട് സത്യം പറയണം. നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു, ഒരു ബലഹീന നിമിഷത്തിൽ നീ പ്രവർത്തിച്ചെങ്കിൽ സഹോദരനോട് ക്ഷമിക്കണം. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവൻ അത് വിട്ട് മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കണമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അങ്ങനെ ചെയ്യുവാനാണ് ദൈവസഭയോട് ദൈവവചനം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലവാരങ്ങളിൽ മുന്നേറുന്ന ഒരു ദൈവവൈദ്യർ ഒരിക്കലും ഇടർച്ചയിലേക്ക് പോകാൻ ഇടയാകത്തില്ല. പക്ഷെ നമ്മുടെ കാതലായ വിഷയം എന്താണ്? നമ്മൾ വായിച്ച വാക്യം, ഇപ്പോൾ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാര്യമായ സ്വാധീനം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കും, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ആമേൻ. ഇത് എനിക്ക് നിങ്ങൾക്കും ബാധകമാണ്. ദൈവമേ, നിന്റെ കൃപയ്ക്ക് കീഴിലിരിക്കുവാൻ, ഒരിക്കൽ പോലും തെറ്റിപ്പോകാതെ വേണം അഭിഷേകത്തിന്റെ നിറവിൽ കർത്താവെ മുന്നേറണമേ അപ്പ. യേശുവേ, സഹോദരവർഗം പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ട സഹോദരവർഗത്തിന്റെ ഇടയിൽ ഉപേക്ഷിച്ച് സത്യം സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്നു മുതൽ നമ്മൾ പഠിക്കണം. ആമേൻ. എന്തുകൊണ്ടാ പൗലോസ് എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. വീണ്ടെടുപ്പിൻ നാളിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്ര വെച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടെടുപ്പിൻ നാളിന് മുന്നോടി ഈ വിധത്തിലുള്ള കള്ള സ്വഭാവങ്ങളും ഭോഷ്കിന്റെ സ്വഭാവങ്ങളും വ്യാജ സ്വഭാവങ്ങളും സഹോദരനെ പകയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? വീണ്ടെടുപ്പ് നടക്കത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ എന്നാ ബ്രദറെ കുഴപ്പം? സാഹചര്യം കൊണ്ട് ചെയ്തല്ല, നീ പോകത്തില്ല, വീണ്ടെടുക്കത്തില്ല, ശരീരം രൂപാന്തരപ്പെടത്തില്ല. അപ്പോൾ ജീവനും വിശുദ്ധിക്കും വേണ്ടി അവിടെ നമ്മൾ വായിച്ച വാക്യം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിൽ അതിന്റെ
സ്തോത്രം. 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധമായി, ഒന്ന് വാക്യം ഒന്നുകൊണ്ട് വായിച്ചേ. 23. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി. അവിടെ നിന്ന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് സംബന്ധമായി പൗലോസ് കാര്യം പറയുകയാണ്. പറഞ്ഞോ. പുതുക്കം പ്രാപിച്ച വ്യക്തി ഈ പാപ വഴി പോലെ. എന്തിനാണ് പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുന്നത്? നിന്റെ ശരീരം രൂപാന്തരപ്പെടണം, വീണ്ടെടുപ്പിൻ നാളിൽ ദൈവസന്നിധിയിൽ എടുക്കപ്പെടണം. ആമേൻ. ഇതിനാണ് രൂപാന്തരപ്പെടുന്നത്, ഇതിനാണ് നിന്നിൽ പുതുക്കം പരിശുദ്ധാത്മാവ് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ പുതുക്കുമ്പോൾ നീ പാപ വഴിയിലേക്ക് തിരുമ്പോ പരിശുദ്ധാത്മാവ് നോ പറയും. ഇപ്പൊ ഇവിടെ ഒരു കള്ളനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? മോഷണ സ്വഭാവമുള്ളവരുണ്ട്. അവന്റെ ഹൃദയത്തിൽ മറ്റൊരുവന്റെ നന്മ അപഹരിക്കണമെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തോട് പറയും, നീ അരുത്, ഞാൻ നിന്നെ രക്ഷിച്ചതാണ്, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ കടങ്ങളെ തീർത്ത് എന്റെ രക്തം മറുപടിയായി കൊടുത്തതാണ്, നിന്നെ ആ സ്വഭാവത്തിൽ നിന്ന് വീണ്ടെടുത്തത് മകനെ. അതുകൊണ്ട് നീ ആ പാപ സ്വഭാവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ, ആ ചിന്ത നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെടണം. ആമേൻ. അങ്ങനെ ദൈവസന്നിധി പരിശുദ്ധാത്മാവ് ഇടപെടും. അരുത്, ആ വഴിയിൽ ചിന്തിക്കരുത്, അതിന്റെ സഹോദരന്റെ നന്മയാണ്, സഹോദരനെതിരെ നീ അങ്ങനെ ചിന്തിക്കരുത്, പരിശുദ്ധാത്മാവ് ഇടപെടും. പക്ഷേ ചിലരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അതിനെ കടന്നു ചിന്തിക്കുകയും കടന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരെ ഓർത്ത പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവരെ ഓർത്ത് ദുഃഖിച്ചാൽ എന്ത് സംഭവിക്കും? അവർക്ക് രൂപാന്തരം സംഭവിക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളെ പരിശുദ്ധാത്മാവ് പുതുക്കുന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തിന് വേണ്ടി അല്ല. നമ്മൾ അനേക ശൈശവർ വീണ്ടും ഈ ഭൂമിയിൽ ഇരിക്കുന്നു. എന്തോ അവർക്ക് സംഭവിക്കുന്നത്? അവർ അഭിഷേകം പ്രാപിച്ചതിന് ശേഷവും ആത്മാവിനനുസരിച്ച് നടക്കേണ്ടവർ ചില സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ പഴയ സ്വഭാവം കയറി വരും എന്ന് തന്നെ ഇവിടെ പറയുന്ന. പഴയ സ്വഭാവം കയറി വരുമ്പോൾ നീ അതിനെ ജയിക്കുന്നെങ്കിൽ മാത്രമാ നിന്റെ ശരീരം ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കണമേ. അതിന് 23-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി. കണ്ടോ, ആ 2 വാക്യം നമുക്കൊന്ന് എടുക്കാം. നീതിയും വിശുദ്ധിയും, അല്ലേ? ഈ എഫെസോസ് ഈ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവിടെ ഈ മോശണ സ്വഭാവം ഉള്ളവന്റെ മനസാക്ഷിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അവൻ നീതിയിൽ തൽപരനാണെങ്കിൽ അവൻ നീതിക്ക് വിധേയപ്പെടും. കാര്യം, ഞാൻ ഈ ചിന്തിക്കുന്നത് നീതിയല്ല, സഹോദരന് നേരെ പ്രവർത്തിക്കുന്നത് നീതിയല്ല, സഹോദരന്റെ നന്മ അപഹരിക്കാൻ തുടങ്ങുന്നത് നീതിയല്ല, അതിനുവേണ്ടി ഞാൻ നുണ പറയുന്നത് നീതിയല്ല. അപ്പോൾ ഞാൻ എന്റെ ചിന്തകൾ കൊണ്ട് അനീതി പ്രവർത്തിച്ചു, എന്റെ സംസാരം കൊണ്ട് അനീതി പ്രവർത്തിച്ചു, എന്റെ പ്രവർത്തികൾ കൊണ്ട് അനീതി പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ അനീതി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ രൂപാന്തരത്തിനും പുതുക്കത്തിനും ഇട കാണാതെയാണ് നിൽക്കുന്നത് ഇപ്പോൾ, അല്ലേ? 2 കാരണമാണ്. ഒന്ന്, നീതിയിലും വിശുദ്ധിയിലും. അപ്പോൾ ഞാൻ പറയട്ടെ, വിശുദ്ധി എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളന്റെ മനസ്സെപ്പോഴും മറ്റൊരുവന്റെ നന്മ അപഹരിക്കുവാനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ എന്ത് വിശുദ്ധിയാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുമ്പോൾ നിന്റെ കണ്ണിൽ വെളിപ്പെടേണ്ടതും പ്രദർശിപ്പിക്കപ്പെടേണ്ടതും എന്താണെന്നറിയാമോ? സഹോദരൻ എന്നെ പോലെ തന്നെ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്. എനിക്ക് കർത്താവ് കൊടുത്ത അതേ വില ഈ പ്രിയപ്പെട്ടവനും ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നെ രക്ഷിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവനെ കർത്താവ് രക്ഷിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങളുടെ വഴിത്താരയിലൂടെ ഈ പ്രിയപ്പെട്ടവനും ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിത്താരയിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവന് ക്ലേശം വരുത്തരുത്. ഇതാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. അപ്പോൾ അതിന് പലരും വിധേയപ്പെടാത്തത് കൊണ്ടാണ് സഭകളിൽ പല പ്രതിസന്ധികൾ എഴുന്നേൽക്കുന്നത്. സഹോദരന് നേരെ നിന്റെ മനസ്സ് എങ്ങനെയാണ്, നിന്റെ ഹൃദയം എങ്ങനെയാണ്, ഇതിന്ന് പകനേരം ഒന്ന് ചിന്തിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ളവനാണെങ്കിൽ സഹോദരന് ദോഷം വരുത്തുകയില്ല. മനസ്സിലാക്കണം, സഹോദരന് ദോഷമായി ചിന്തിക്കുകയില്ല. എന്നാൽ പഴയ മനുഷ്യൻ കയറി വരുന്ന രംഗം ശ്രദ്ധിക്കണം. പഴയ സൃഷ്ടി പലപ്പോഴും തലപൊക്കുമ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട അതിനെ മരിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയാല, അല്ലെങ്കിൽ ആ വികാരങ്ങളെയും ചിന്തകളെയും ആത്മശക്തിയാൽ അതിനെ മരിപ്പിക്കുന്നെങ്കിൽ മാത്രമേ നീ ജീവിക്കുന്നുള്ളൂ. ആമേൻ. നമ്മൾ പാപത്തിന് വിധേയപ്പെടരുത്. അപ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശുദ്ധിയോടെ നടത്തുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ലോകത്തിൽ നമ്മുടെ പഴയ മനുഷ്യനാകുന്ന നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ പഴയ മനുഷ്യനെ ഇവിടെ അവനെ ഉരിഞ്ഞു കളഞ്ഞു. പക്ഷെ ഈ ശരീരവും ഈ ജഡവും നമ്മളിൽ തന്നെ ഇരിക്കുകയാണ്.
ഈ ശരീരവും ഈ ജഡവും നാം രൂപാന്തരപ്പെടുന്നത് വരെയും, ആമേൻ, നാം രൂപാന്തരപ്പെടുന്നത് വരെയും ഈ ജഡ സ്വഭാവത്തിന് നമ്മുടെ മേൽ സ്വാധീനമുണ്ട്. എന്നാൽ നാം അതിനെ ജയിക്കണം. ആമേൻ. നമ്മളുടെ മേൽ സ്വാധീനമുള്ള ഈ ജഡ സ്വഭാവത്തെ ജയിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ആ ജഡ സ്വഭാവത്തെ ജയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന എപ്പോഴാണ്? നാം നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാതെ വണ്ണം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ നീതിയിലും വിശുദ്ധിയിലും നാം വളർച്ച പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മെ രൂപാന്തരപ്പെടുത്തണം, നമ്മെ ഉയർത്തണം. നമ്മൾ ദൈവരാജ്യത്തിന് അർഹരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര വർഗത്തിന്റെ ഇടയിൽ ഇവൻ ഇടർച്ചയില്ല. സഹോദര വർഗത്തിന്റെ ഇടയിൽ ഇവൻ സ്നേഹത്തിലും നീതിയിലും സത്യത്തിലുമാണ് നിൽക്കുന്നത്. സഹോദരനെ തന്റെ സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരും. ഈ മേഖലകളെല്ലാം ജയിക്കുന്നവന്റെ ശരീരത്തിന് രൂപാന്തരം വരുത്താനാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിൽ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണമല്ലാത്ത നിലവാരത്തിൽ പിന്മാറുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുവാനിടയായി തീരും. അപ്പോൾ വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. വേഗം നിർത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ കർത്താവ് മുദ്ര വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കണം. കണ്ടോ? അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കുറച്ച് വിഷയങ്ങൾ പറയുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഈ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നാം ദൈവകൃപ വിട്ട് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ അവിടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഈ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം വിട്ട് എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ ലിസ്റ്റിൽ പെടുന്ന കാര്യം അവിടെ കിടക്കുകയാണ്. എന്തൊക്കെയാ ഒന്ന് വായിച്ചേ. കയ്പ്, കോപം, ക്രോധം, കുറ്റാരവം, ദൂഷണം, സകല ദുർഗുണം. അവിടെ നമുക്ക് നിന്ന് അവിടെ ഈ വിഷയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് സ്റ്റെപ്പ് എടുത്ത് എങ്ങോട്ട് വെച്ചാലും ഒന്നെങ്കിൽ എന്തൊക്കെയാ? ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു കയ്പ്. മനസ്സിലാക്കണം, ഇവിടെ ഒരു കള്ളനുണ്ടെന്ന് കേട്ടു, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു. ഇവന്റെ ഉള്ളിൽ ആദ്യം കടന്നു വന്നത് കയ്പല്ലേ? ഹല്ലേലൂയ. അവൻ കടന്നു വന്നപ്പോൾ അവന്റെ ചിന്താഗതികൾക്ക് സ്വന്തം ഹല്ലേലൂയ ഇടപെടാത്ത അവന്റെ ചിന്താഗതികൾക്ക് അപ്പുറമായ ചില കാര്യങ്ങൾ സഭയിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കണ്ടു. അത് കണ്ടപ്പോൾ ഉള്ളിൽ കയ്പ് കയറി. കർത്താവേ, ഇങ്ങനെയൊക്കെ പലരും പല നന്മയും അനുഭവിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, എനിക്കിതില്ല, എനിക്കിതില്ല, എനിക്കിതില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുവൻ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ മകനെ, മകളെ, നിന്റെ ഉള്ളിൽ കയ്പാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ കയ്പ് അകത്ത് കിടക്കുകയാണ്. നാം അതുകൊണ്ട് എവിടെയാകട്ടെ, ഏത് സാഹചര്യത്തിലാകട്ടെ, സഹോദര വർഗത്തിന്റെ ഒന്നും ഉയർച്ചയിലോ താഴ്ചയിലോ ഒന്നും നമ്മളുടെ ഹൃദയം അതിൽ വലഞ്ഞു പോകരുത്. സഹോദരനെ സ്നേഹിക്കണം കേട്ടോ. ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കണം. കയ്പിനിട കൊടുക്കരുത്. ഇവിടെ ഒരുത്തിന് ആ ഉള്ളിൽ കയ്പ് കയറിയപ്പോഴാണ് അവൻ പാപം ചെയ്തത്. അടുത്തത് സ്വത്രം കയ്പും. അടുത്ത വചനം പറയുന്നത് എന്താണ്? അപ്പോൾ കയ്പ് വന്നാൽ അടുത്തത് കോപമാണ്. ശ്രദ്ധിക്കണേ, കയ്പിന്റെ വിഷയം പല കാര്യങ്ങളും ഇങ്ങനെ ചിലത് കണ്ട് ഇഷ്ടപ്പെടാതെ ഒരു അകത്ത് കയ്പ് കയറും. കയ്പ് അകത്തിരുന്നിരുന്നിരുന്നിരുന്ന് കുറച്ച് കഴിയുമ്പോ കോപമാവും, ദേഷ്യമാവും. കണ്ടോ? പിന്നെ അവന്റെ വാക്കും പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഈ പരിഭവങ്ങളും ദേഷ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം തന്റെ പദ്ധതികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമി കറങ്ങി നടക്കുക എന്നുള്ളതല്ല, ദൈവരാജ്യത്തിൽ പോകുക എന്നുള്ളതാണെങ്കിൽ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, നിന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ നോക്കിക്കൊണ്ട് മകനെ, മകളെ, നീ കൈക്കരുതുള്ളിൽ. ഹൃദയം കൊണ്ട് കയ്പുണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. അടുത്ത പറയും കയ്പ്. അടുത്തതെന്താണ്? കോപം. ഇനി കോപം വന്നു കഴിഞ്ഞാൽ അടുത്ത വിഷയം എന്നാ പറയാ? അടുത്ത തന്നെ ക്രോധം. കയ്യിൽ എന്ത് സംഭവിച്ചേ? ഹാബേലിന്റെ ആരാധനയും യാഗവും കണ്ടപ്പോ കയ്യിലിന്റെ ഉള്ളിൽ ആദ്യം കയ്പാ കയറിയ. ആ കയ്പ് കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ പോയി ആദ്യം കണ്ട് കഴിച്ചു പോയി. അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത സമയത്ത് കോപം കയറി. എന്റെ യാഗത്തിൽ എന്നാ പ്രസാദിക്കാത്ത, എന്റെ യാഗത്തിൽ എന്നാ പ്രസാദിക്കാത്ത ആ ചിന്ത കൂടിക്കണ്ടപ്പോ അടുത്തത് ക്രോധം വെളിപ്പെട്ടു. അതാണ് അടിച്ചു കൊല്ലാൻ ഇടയായി തീർന്നത്. ശ്രദ്ധിക്കണം, കൊലപാതകത്തിലേക്ക് നടത്തിയതിന് കാരണം എന്നാണ്? അകത്ത് കയ്പ് കയറി. കയ്പ് കുറച്ച് വന്നപ്പോ കോപമായി. ആ കോപം കുറച്ച് അല്പം കൂടെ കഴിഞ്ഞപ്പോ ക്രോധമായി. മനസ്സിലാക്കണം കേട്ടോ, നാം ഇങ്ങനെ ഇത് പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്.
ആദ്യം എന്തെങ്കിലും കണ്ടാൽ ആദ്യം കയ്പ് കയറും, കുറച്ചു നേരം കഴിയുമ്പോൾ കോപമാകും, അത് കഴിഞ്ഞത് ക്രോധം. ഇത് പഴയ മനുഷ്യന്റെ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെയാണ്. എന്തെങ്കിലും കണ്ട അവന്റെ ഹൃദയത്തിൽ ആദ്യം കയ്പാണ്. ആ കയ്പ് കണ്ട് കുറച്ചു കഴിയുമ്പോൾ അത് കോപമായി തീരും. എനിക്ക് കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല, ഞാൻ ആഗ്രഹിച്ച് നേടിയില്ല, അവന് കിട്ടി, അവന് കയറി, അവൻ പ്രാപിച്ചു, അപ്പൊ എനിക്ക് പിന്നെ അവനെ എങ്ങനെയും തകർത്തേ പറ്റുള്ളൂ. അതിനെന്നാണ് അടുത്താണ് ക്രോധം വരുന്നത്. ക്രോധം വരുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്ത് നിന്റെ സഹോദരനെ നീ തകർക്കുന്ന സ്വഭാവത്തിലേക്ക് വരും. ആമേൻ. അത് പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. ഇതിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണത്താൽ ഹൃദയത്തിൽ കയ്പ് വരരുത്. നീ കയ്പ് വരുമ്പോൾ സ്തോത്രം ചെയ്ത് കർത്താവേ ഈ പാപ സ്വഭാവത്തിൽ നിന്നെ വിടുവിക്കണമെന്ന് ദൈവസ്ഥാനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ശരണപ്പെടുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. നിന്നെ ഉയരത്തിലുള്ള മഹിമയെ കുറിച്ച് നിനക്ക് വെളിപ്പെടുത്തും. നിനക്ക് വെളിപ്പാടുകളെ ദൈവം തരും. നിന്റെ ആ പഴയ അധമമായ സ്വഭാവത്തിൽ നിന്ന് നിനക്ക് വലിയ വിടുതൽ ദൈവം തരുവാൻ ഇടയായി തീരും. അപ്പോൾ അടുത്ത ആദ്യം കയ്പ്, രണ്ടാമത് കോപം, മൂന്നാമത് ക്രോധം, അടുത്തത് എന്താണ്? കണ്ടോ, കുറ്റാരം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറ്റാരം. ഈ എപ്പോഴും കുറ്റം പറയുന്നതെന്ന് അറിയാമോ? വെറുതെ കുറ്റം പറയില്ല. ഒരു മനുഷ്യനും മറ്റൊരുവന്റെ കുറവ് വെറുതെ പറയത്തില്ല. എപ്പോഴും അവന്റെ ഹൃദയത്തിൽ ആ വിഷയത്തിൽ ഒരു കയ്പ് കയറിയിട്ടുണ്ട്. ആ വിഷയത്തെ ഓർത്ത് അവൻ കോപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ അവന്റെ ക്രോധം അവന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അകത്ത് വെറുതെ ഇരിക്കില്ല. ഒരു ചിന്തയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെറുതെ അങ്ങനെ ഇരിക്കത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ വായിക്കൂടെ പുറത്തു വരും. ആമേൻ. ഹൃദയത്തിൽ നിന്നത് വായിലൂടെ പുറത്തു വരും. അത് വായിലൂടെ പുറത്തു വരുമ്പോൾ കൃത്യം കേൾക്കാം. എന്താ ഇവര് ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്താ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്, കൃത്യം അറിയാൻ പറ്റും. ഹൃദയം നിറഞ്ഞു കവിയുന്ന വാ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കയ്പ് കൊണ്ട് നിറഞ്ഞു കവിയുക, കോപം കൊണ്ട് നിറഞ്ഞു കവിയുക, ക്രോധം കൊണ്ട് നിറഞ്ഞു കഴിയുക. മനസ്സിലാക്കണം, ഈ ഹൃദയത്തിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിടെ സൈലന്റ് ആകുകയാണ്. നമ്മുടെ പല പ്രവർത്തികളും കണ്ട് സൈലന്റ് ആകുകയാണ്. കാരണം എന്നാണ്? നീ ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയത് എന്തിനാണെന്നും എന്താണ് ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാകാതെയാണ് നീ പാപത്തിന്റെ വഴിയിൽ പോയിരിക്കുന്നത്. അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽവേള ഇത് വിടുതലിന്റെ പകലാകട്ടെ, ഒന്ന് മടങ്ങി വരവിന് ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിന് നീ ആശ്രയിച്ചാട്ടെ. ദൈവാത്മാവിന് ഹൃദയത്തെ വിട്ടുകൊടുക്ക. കോപത്തിന് വിട്ടുകൊടുക്കാതെ, ക്രോധത്തിന് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ വൈരാഗ്യത്തിന് വിട്ടുകൊടുക്കാതെ, കുറ്റാരോപങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നവീനമാകുന്ന അനുഭവം ഇന്ന് പകൽ നേരം ഒന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലലുയ. ദൈവത്തിന്റെ അടുത്ത വാക്യങ്ങൾ വായിച്ചു നിർത്തിയാട്ടെ. ഹാലലുയ. അമ്മ വായിച്ചാട്ടെ. ദൂഷണവും കണ്ടോ, അവിടെ ചെല്ലുമ്പോ അത്രയും ഇവിടെ പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ ആദ്യം കയ്പ്, അടുത്ത് കോപം, അടുത്ത് ക്രോധം, അടുത്ത് കുറ്റാരവം, അടുത്തത് ദൂഷണം, അത് കഴിഞ്ഞ് സകല ദുർഗുണവും. സകല ദുർഗുണത്തിന്റെ അകത്ത് എല്ലാം പെടും. എല്ലാ ദുർഗുണം എന്ന് പറഞ്ഞ എല്ലാ അകൃത്യങ്ങളും, എല്ലാ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളെല്ലാം ദുർഗുണത്തിന്റെ ലിസ്റ്റിന്റെ അകത്ത് കയറും. അപ്പോൾ എപ്പോഴാ ഇതൊക്കെ ഇങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കണമേ. നിന്റെ ഹൃദയത്തിൽ എപ്പോഴാ മകനെ മകളെ കയ്പ് കയറിയത്? നിന്റെ സഹോദര വർഗത്തെ ഓർത്ത് നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ നിന്റെ തകർച്ചയുടെ ആരംഭം വന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം കയ്പ് വന്നു, പിന്നീട് കോപം വന്നു, ക്രോധം വന്നു, പിന്നെ എന്ത് സംഭവിച്ചു? കുറ്റാരവം, അതിനുശേഷം ദൂഷണം, അതിനുശേഷം സകല ദുർഗുണം. പൗലോസ് അത് പറയുന്നില്ല എത്രത്തോളം പോയി എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട, കോപം ആദ്യം കയ്പ് കയറുമ്പോഴേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അതിന്റെ ഹൃദയത്തിന് ഒഴിച്ചോണം. നിനക്ക് മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം എന്താ? നിന്നെ രൂപാന്തരപ്പെടുത്തണം, നിന്നെ ഉയർത്തണം, ദൈവരാജ്യത്തിന് അവകാശമാക്കണം. ദൈവരാജ്യം സ്വർഗത്തിലല്ലേ? അവിടെ വിശുദ്ധന്മാരുടെ ഒത്ത് നീ ചെല്ലുവാനാണ് പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഒരിക്കലും ദൈവരാജ്യം നീ പ്രവേശിക്കുകയില്ല, ദൈവരാജ്യത്തിൽ നീ എത്തുകയില്ല. പക്ഷേ ഇന്ന് പകൽ നേരം ഏതെങ്കിലും ഒരു വീഴ്ച ജീവിതത്തിൽ വന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽ നേരം ഇടയാകട്ടെ. ഹാലലുയ. അടുത്ത രണ്ടു വാക്യം തുറന്ന് വായിച്ചാട്ടെ. കണ്ടോ, പൗലോസ് നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇത് ഒഴിഞ്ഞു പോകണം നമ്മളെ വിട്ട്. ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ ഇത് നമ്മെ വിട്ടൊഴിഞ്ഞു പോകും. ദൈവകൃപയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നീ കീഴ്പ്പെടണം. നിന്റെ മനസ്സും ഹൃദയവും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നിന്റെ മനസ്സ് ഹൃദയവും വരുമ്പോൾ ഈ ദുർഗണങ്ങൾ നിന്നെ വിട്ടുമാറും. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കും. നിന്റെ പാപം നീ ഏറ്റുപറയണം.
നിന്റെ ഹൃദയം കഴിച്ചത് വിഷയങ്ങളെ നീ ഏറ്റുപറയണം. നീ കോപിച്ച വിഷയങ്ങൾ ഏറ്റുപറയണം. നീ ക്രോധം ഏറ്റെടുത്ത വിഷയങ്ങൾ നീ ഏറ്റുപറയണം. മനസ്സിലാക്കണം, അങ്ങോട്ട് എവിടം വരെ നീ നിന്റെ പാപത്തിന്റെ അളവ് നീ വിട്ടോ അവിടം വരെ നീ ചെന്ന് നിന്റെ പാപത്തെ നീ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖസ്വതം നിന്നെ ശുദ്ധീകരിക്കുകയും നിന്നെ മടക്കി കൊണ്ടുവരികയും ചെയ്യും. അനേക ജീവിതങ്ങൾ സ്വന്തം മടങ്ങി വരവിന് ആഗ്രഹമില്ലാതെ പാപ സ്വഭാവത്തിൽ വീണ്ടും തുടരുന്നതാണ് കാണുന്നത്. ഇന്ന് പകൽനേരം മനസ്സിലാക്കണം, നിനക്ക് ഉയരത്തിലൊരു പ്രത്യാശയുണ്ട്. ദൈവരാജ്യം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളെ തടുക്കുന്നത് ഈ ലോകത്തിലെ പാപ സ്വഭാവമാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിച്ച് കടന്നു പോകാന്നൊക്കെ വേണം. സ്വർഗ്ഗം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. സകല ദുർഗുണവും നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അതിന്റെ 8-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, അതിന്റെ 6-ാം വാക്യം വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം ലഭിച്ചെങ്കിലൊന്ന് കണ്ടോ. ഈ ജഡത്തിന്റെ ചിന്ത മരണം. ഈ മരണത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? ആദ്യം കയ്പ് വന്നു, രണ്ടാമത് കോപം വന്നു, മൂന്നാമത് ക്രോധം വന്നു, നാലാമത് കുറ്റാരവും വന്നു, അഞ്ചാമത് ദൂഷണം വന്നു, ഏഴാമത് എന്ത് സംഭവിച്ചു? സ്തോത്രം, സകല ദുർഗുണവും വന്നു. ലിസ്റ്റിലില്ല. കാര്യം അവിടെ എണ്ണാൻ കഴിയാത്ത കുറവിലേക്ക് അവിടെ വീണുപോയി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കി ഇത് ആരുടെ കുഴപ്പമാണ്, ഇത് ഏതിന്റെ സ്വഭാവമാണ്? ഇവിടെ നമ്മൾ വായിച്ച 8-ന്റെ ചിന്ത 8-ന്റെ 6 വായിച്ചോ. ജഡത്തിന്റെ ചിന്ത, ശരിയാ. ജഡത്തിന്റെ ചിന്ത മരണം. അപ്പോൾ എന്താണ് ഈ മരണം എന്ന് മനസ്സിലായോ? സ്തോത്രം. ഈ സകല ദുർഗുണമെന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ നിന്ന് വേർപെടുകയാണ്. നീ പിന്നെ നിന്റെ എല്ലാ അകൃത്യങ്ങളും ദുഷ്ടതകളും പ്രവർത്തിക്കുവാൻ നിന്റെ മനസ്സിനെ വിട്ടുകൊടുക്കുകയാണ്. അവിടെ അത് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നീ ദൈവകൃപയിൽ നിന്ന് വിട്ടു. മരണം നിന്നിൽ കയറുകയാണ് വീണ്ടും. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൽ നിന്ന് നീ അകന്നു മാറുകയാണ്. ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്ന് എന്തോരം ദൂരെ പോയി മനസ്സിലാക്കണം. കാരണം എന്താ? സഹോദരന്റെ ഏതൊക്കെയോ കാര്യങ്ങളെ നീ കണ്ടപ്പോൾ നിന്റെ ഉള്ളിൽ കയ്പ് കയറി. ഞാനൊരു കാര്യം പറയാം കേട്ടോ. സ്വന്തം സഹോദരങ്ങൾ ഒരുപക്ഷെ നിന്നെ വേദനിപ്പിച്ചേക്കാം, ഭാരപ്പെടുത്തിയേക്കാം, നിന്നെ അളന്നു നോക്കിന്നിരിക്കുന്നേക്കാം, നിന്റെ വഴി അടച്ചെന്നിരിക്കുന്നേക്കാം. പക്ഷെ അതൊന്നും കൊണ്ട് നിന്റെ ഹൃദയത്തിൽ കയ്പ് വരാതെ നിന്റെ ഉള്ളത്തെ മകനെ നീ സൂക്ഷിക്കുക. കാരണം മനസ്സിലാക്കണം, നിനക്ക് ഉയരത്തിൽ ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. ഉയരത്തിൽ നിനക്കൊരു രാജ്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് നഷ്ടമാകരുത്. നാം ഈ ഓടുന്നതിന്റെ എല്ലാ ഉദ്ദേശം ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടിയാണ് നാം ഈ കഠിനമായി അധ്വാനിക്കുന്നത്, ഇതൊക്കെ സഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇന്ന് പകൽ നേരം. സ്വന്തം ഈ വലിയൊരു പദ്ധതിക്ക് വേണ്ടി നാം നമ്മുടെ സ്വന്തം നിത്യത നഷ്ടമാക്കി കളയരുത്. പരിശുദ്ധാത്മാവിന് നമ്മുടെ പ്രാണനും ആത്മാവും സ്വന്തം നമ്മുടെ മനസ്സും കീഴ്പ്പെടുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെ സ്വന്തം പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തി ദൈവസൻ നമ്മുടെ പാപത്തെ ഏറ്റുപറയാൻ മടി കാണിക്കാതിരുന്നാൽ ഏറ്റു പറയുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുകയും പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയും ചെയ്യും. എന്നാൽ അടുത്ത വാക്ക് നമ്മൾ ആ ഭാഗം ജഡത്തിന്റെ ചിന്തയോ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കണ്ടോ? അപ്പോൾ നീ മടങ്ങി വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിനക്ക് ജീവനും സമാധാനവും നൽകും. മനസ്സിലാക്കണം, ആ ജീവനാണ് നമുക്ക് വേണ്ടി ഭൂമിയിൽ വെളിപ്പെട്ടത്. ആ ജീവന്റെ വില നീ അറിഞ്ഞാൽ, ആ ജീവന്റെ മഹത്വം നീ അനുഭവിച്ചാൽ, ഈ ലോകത്തിൽ ഈ മണ്ണെ പ്രതി മകനെ നീ മാണിക്യം വെടിയും. മനസ്സിലാക്കണം, ഈ ഉയരത്തിൽ നിന്ന് കടന്നു വന്ന ജീവന്റെ മഹിമ നീ അനുഭവിച്ചതാണെങ്കിൽ ഈ ലോകത്തിലെ വിഷയം നീ കാര്യമാക്കത്തില്ല. അപ്പോൾ ജീവനും അടുത്തത് സമാധാനവും തന്നെ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കയ്പ് കയറിയിട്ടുണ്ട്. ആ കയ്പിന്റെ വഴിയെ നീ പോയി സകല ദുർഗുണവും കയറിയിട്ടില്ല ജീവിതത്തിൽ. അത് നിമിത്തമാണ് മകനെ നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ടും സമാധാനമില്ലാത്തവനാണോ നീ? നിന്റെ പാപത്തെ നീ ഏറ്റുപറയണം. നീ കോപം കയ്പിൽ ആരംഭിച്ച് ജീവിതത്തിൽ നീ നടമാടിയ വഴികളെ നീ ഒന്ന് ഓർത്ത് ഏറ്റുപറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ പുതുക്കും. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തും. നിനക്കൊരു മടങ്ങി വരവിന് സ്വർഗം സഹായിക്കും. ഇന്ന് പകൽ നേരം ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് ഏറ്റുപറയാം. ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപയാണ് നമ്മളെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തും.